ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി തിരിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. സഭ ഒരു നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോമ്പുകാലം പുതുക്കത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള സമയമാണ്. ബാഹ്യമായ ആചാര്യങ്ങൾക്കപ്പുറമായി മാന്തരികമായ പുതുക്കത്തിനും സൗഖ്യത്തിനുമുള്ള സമയമാണ്. തമിഴ് പണ്ഡിതനായ പ്രൊഫസർ NN കുന്നസ്വാമിയുടെ അഭിപ്രായത്തിൽ സുഖലോലുപത്വം വെടിഞ്ഞ് വിവിധ ആസക്തികളെ ഉപേക്ഷിച്ച് ദൈവകൃപയുടെ ഈശ്വരവിശ്വാസത്തിൻ്റെ ശക്തിയിൽ മുന്നേറുന്ന ദിനങ്ങളായിട്ടാണ് നോമ്പ് ദിനങ്ങളെ വർദ്ധിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് സുഖസൗകര്യങ്ങൾ നൽകുന്ന, രുചി പകരുന്നതായ സ്ഥാനത്ത് നഷ്ടങ്ങളുടെയും ത്യാഗത്തിൻ്റെയും ദിനങ്ങളായിട്ടാണ് ഈ നോമ്പിൻ്റെ ദിനങ്ങളെ വർദ്ധിച്ചിരിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതൽ 18 വരെ നാം വായിക്കുമ്പോൾ അവിടുത്തെ ജനം അർപ്പണബോധമുള്ളവരായിരുന്നു എങ്കിലും ആന്തരികമായ ദൈവത്തിൽ നിന്ന് അകന്ന ജനത്തെ പ്രവാചകന് സംബോധന ചെയ്യുകയാണ്. പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും ആത്മാർത്ഥമായ ദൈവിക സാന്നിധ്യത്തിലേക്കും ദൈവകൃപയിലേക്കും മടങ്ങി വരുവാൻ പ്രവാചകൻ ജനങ്ങളെ ഉപദേശിക്കുന്നു. ഈ ഭാഗത്തു നിന്നും 1-2 ചിന്തകൾ പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, നോമ്പ് യഥാർത്ഥ മാനസാന്തരത്തിലേക്കുള്ള ഒരു ആഹ്വാനമാണ്. 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് നിങ്ങളെ തന്നെ കഴുകി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് ശാരീരികമായ ശുദ്ധീകരണത്തെക്കുറിച്ച് മാത്രമല്ല, ആന്തരികമായിരിക്കുന്ന ശുദ്ധീകരണത്തെക്കുറിച്ചും പ്രവാചകന് ജനങ്ങളെ ഓർപ്പിക്കുകയാണ്. നന്മ ചെയ്യുവാൻ ദൈവം തൻ്റെ ജനത്തെ ഉപദേശിക്കുന്നു. അനുതാപം എന്നത് പാപത്തെ നിരസിക്കുന്നതും നീതിയുള്ളതും പ്രതിബദ്ധതയുമായുള്ള ജീവിതമാണ് എന്ന് പ്രവാചകൻ ഊന്നിപ്പറയുന്നു. കൂടാതെ നീതി അന്വേഷിക്കുവാനും പീഡിതരെ സഹായിക്കുവാനും സംരക്ഷിക്കുവാനും പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നു. യഥാർത്ഥ അനുതാപം വ്യക്തിപരമായ ഭക്തിയിൽ മാത്രം ഒതുങ്ങാതെ ധാർമ്മിക ജീവിതത്തിലേക്കും സാമൂഹികമായ ഉത്തരവാദിത്വത്തിലേക്കും നമ്മെ നയിക്കേണ്ടുന്നതാണ്. രണ്ടാമതായിട്ട്, നോമ്പ് പുനഃസ്ഥാപനത്തിൻ്റെയും പുതുജീവൻ്റെയും വാഗ്ദാനം നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. 18-ാം വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തെ ദയാപൂർവം ക്ഷണിക്കുകയാണ്. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. ഈ ക്ഷണം ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മാത്രമല്ല, തൻ്റെ ജനത്തെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ ആഴമേറിയ ആഗ്രഹത്തെയും വെളിപ്പെടുത്തുന്നതാണ്. പ്രവാചകൻ അവരെ ഓർപ്പിക്കുന്നത് അവിടെ പാപങ്ങൾ രക്താംബരം പോലെ ആയിരുന്നാലും കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിച്ച് ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവകൃപയുടെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ് ഇവിടെ ഉയർത്തി കാണുന്നത്. പാപം മനുഷ്യ ജീവിതത്തിൽ ആഴമായ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്നു.
മുറിവുകൾ ഉണ്ടാക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ പുനഃസ്ഥാപനത്തിൽ ആഴമായ പാപങ്ങൾ മായ്ച്ചു കളയുവാനും യഥാർത്ഥമായ പുനഃസ്ഥാപനം ദൈവജനത്തിന് നൽകുവാൻ കഴിയും എന്ന് പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. ഈ നോമ്പുകാലത്ത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതങ്ങളെ പരിശോധിക്കുവാനായിട്ട് ദൈവജനം വിളിക്കപ്പെട്ടവരാണ്. പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും ദൈവത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കുവാൻ പുനഃസമർപ്പണം ചെയ്യേണ്ടുന്ന സമയമാണ്. വിശുദ്ധിയും വീണ്ടെടുപ്പും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും നീതിയും ന്യായവും നടത്തുവാൻ, അതേസമയം പാപത്തിൻ്റെ എത്ര വലിയ കറകളെയും ശുദ്ധീകരിച്ച് ജീവിതത്തിൽ അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതങ്ങളെയും പ്രവർത്തനങ്ങളെയും ഹൃദയങ്ങളെയും രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഈ ഭൂമിയിൽ വ്യാപിപ്പിക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരമാകണം. നന്മയുടെ വക്താക്കളായി, സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും വക്താക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കായി ജീവൻ നൽകിയ ദൈവമേ, മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ അങ്ങ് മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് ജാതം ചെയ്ത് അങ്ങ് നൽകുന്ന രക്ഷ അനുഭവിച്ച് വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ സഹായിക്കണം. ദൈവേഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. നോമ്പുകാലം അർത്ഥവത്തായി തീരുവാൻ സഹായിക്കണം. കർത്താവും രക്ഷിതവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ.